നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ മലയാളികളാണ്. അതിൽ ആദ്യത്തെ 3 പേര് നമ്മൾ ഓൾറെഡി നോക്കിയതാണ്. ബാക്കി 3 പേരായിട്ടുള്ള ജി ശങ്കരക്കുറുപ്പ്, ONV കുറുപ്പ്, അക്കിത്തം, ഈ 3 പേരെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ വേണ്ടി MT വാസുദേവൻ നായർ കേട്ടോ. MT സാറും ONV കുറുപ്പും അക്കിത്തവും. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് MT വാസുദേവൻ നായരാണ്. സോ MT ആണ് അദ്ദേഹം തൂലികാനാമം. അപ്പോൾ MT എന്താണെന്ന് ചോദിച്ചാൽ M മാടത്ത് T തെക്കേപ്പാട്, മാടത്ത് തെക്കേപ്പാട് വാസുദേവൻ നായർ, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ, മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെ തൂലികാനാമം MT എന്നാണ്. അദ്ദേഹം 1933 ജൂലൈ 15 ജനിച്ചിട്ടുണ്ടായിരുന്നത്. പാലക്കാട് കൂടല്ലൂരിലാണ് ജനനം. അപ്പോൾ 1933 ജൂലൈ 15 പാലക്കാട് കൂടല്ലൂരിൽ ജനിച്ചു. നീരയുടെ കഥാകാരൻ, കൂടല്ലൂരിൻ്റെ കഥാകാരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. കേരളത്തിൻ്റെ ഹെമിംഗ്വേ എന്നും അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നമുക്ക് നോവലുകൾ ആദ്യം പഠിക്കാം. നോവലുകൾ പാതിരാവും പകൽ വെളിച്ചവും, രണ്ടാമൂഴം, നാലുകെട്ട്, വാരണാസി, അറബിപ്പൊന്ന്, അസുരവിത്ത്. പാതിരാവും പകൽ വെളിച്ചവും, രണ്ടാമൂഴം, നാലുകെട്ട്, വാരണാസി, അറബിപ്പൊന്ന്, അസുരവിത്ത്. അപ്പോൾ MT വാസുദേവൻ നായർ മാടത്ത് തെക്കേപ്പാട് വാസുദേവൻ നായർ എന്നാണ്. തൂലികാനാമം MT ആണ്. 1933 ജൂലൈ 15 പാലക്കാട് കൂടല്ലൂരിൽ ജനിച്ചിട്ടുണ്ടായിരുന്നു. നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിൻ്റെ കഥാകാരൻ, കേരളത്തിൻ്റെ ഹെമിംഗ്വേ എന്നിങ്ങനെ അറിയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട നോവലുകൾ പാതിരാവും പകൽ വെളിച്ചവും, രണ്ടാമൂഴം, നാലുകെട്ട്, വാരണാസി, അറബിപ്പൊന്ന്, അസുരവിത്ത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ കഥകൾ അറിഞ്ഞിരിക്കുക: ഇരുട്ടിൻ്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടേട്ടത്തി, വാരിക്കുഴി, പതനം, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം, പെരുമഴയുടെ പിറ്റേന്ന്, വെയിലും നിലാവും, രക്തം പുരണ്ട മണല്, കളിവീട്, വേദനയുടെ പൂക്കൾ, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, ഓപ്പോള്, ഷെർലക്ക്, നിന്റെ ഓർമ്മയ്ക്ക്, വിത്തുകൾ, കൽപ്പാന്തം, കർക്കടകം, വിൽപ്പന, ശിലാലിഖിതം, കുപ്പായം. ഇതൊക്കെ വീണ്ടും ഒന്ന് 2-3 വായിക്കുമ്പോഴത്തേക്കും അത് മനസ്സിലാവുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എപ്പോഴും പറയുമ്പോഴത്തേക്ക് അത് ഓർക്കുന്നുണ്ടാവും. കാണാപ്പാടം പഠിക്കാമെന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല. അത് കഴിഞ്ഞിട്ട് അടുത്തത് തിരക്കഥകളാണ്. തിരക്കഥകളിൽ ഓളവും തീരവും, മുറപ്പെണ്ണ്, നഗരമേ നന്ദി, അസുരവിത്ത്, അമൃതംഗമയ, താഴ്വാരം, തീർത്ഥാടനം, കുട്ടേട്ടത്തി, എവിടെയോ ഒരു ശത്രു, നഖശതങ്ങൾ, വൈശാലി, പരിണയം, ചെറുപുഞ്ചിരി, വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ, പകൽക്കിനാവ്, ആൾക്കൂട്ടത്തിൽ തനിയെ, ഋതുഭേദം, ഒരു വടക്കൻ വീരഗാഥ, സുഹൃതം, ഇരുട്ടിൻ്റെ ആത്മാവ്, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, പഞ്ചാഗ്നി, ആരൂഢം, അടിയൊഴുക്കുകൾ, ഉയരത്തിൽ, പെരുന്തച്ചൻ, പഴശ്ശിരാജ, എന്ന് സ്വന്തം ജാനിക്കുട്ടി. അത് ചെറിയ ഭൂകമ്പങ്ങളുടെ ചെറിയ കഥയെ ആശ്രയിച്ചാണ് എന്ന് സ്വന്തം ജാനിക്കുട്ടി എഴുതിയിട്ടുണ്ട്. ഇനി അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമകളിൽ നിർമ്മാല്യം, ആദ്യമായിട്ട് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത് ഈ ഒരു ചിത്രത്തിനാണ്. അപ്പോൾ നിർമ്മാല്യം, ഒരു ചെറുപുഞ്ചിരി, ബന്ധനം, കടവ്. ഇനി നമുക്കറിയാം ചില കഥകൾ തന്നിട്ട് അതിൻ്റെ കഥാപാത്രങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം 4 കെട്ടിലെ പ്രധാന കഥാപാത്രമാണ് അപ്പുണ്ണിയും കോന്തുണ്ണിയും. 4 കെട്ട് അപ്പുണ്ണി, കോന്തുണ്ണി. രണ്ടാമൂഴം ഭീമൻ ആസ്പദമാക്കിയ ഭീമൻ, രണ്ടാമൂഴം. വിമലയും അമർസിംഗുമാണ് മഞ്ഞിലെ പ്രധാന കഥാപാത്രങ്ങൾ. വിമലയും അമർസിംഗുമാണ്. അറബിപ്പൊന്നിലെ പ്രധാന കഥാപാത്രം കോയയാണ്. അറബിപ്പൊന്ന് കോയയാണ്. അസുരവിത്താര ഗോവിന്ദൻകുട്ടി. അസുരവിത്തിലെ പ്രധാന കഥാപാത്രം ഗോവിന്ദൻകുട്ടിയാണ്. ഇരുട്ടിൻ്റെ ആത്മാവിലെ പ്രധാന കഥാപാത്രം ഭ്രാന്തൻ വേലായുധൻകുട്ടി. ഇരുട്ടിൻ്റെ ആത്മാവ് ഭ്രാന്തൻ വേലായുധൻകുട്ടി. ഓപ്പോള്ള അപ്പുവാണ്. കാലത്തിൽ സേതുവാണ്. അപ്പോൾ ഇതത്ര ഓർത്തിരിക്കുക. അത് കഴിഞ്ഞ് പ്രിയപ്പെട്ടവരെ തിരിച്ചു വരാൻ വേണ്ടി യാത്ര ആരംഭിക്കുന്നു എന്ന് അവസാനിക്കുന്ന കൃതി എഴുതി. അത് അസുരവിത്തിലാണ്. ഈ ലൈൻസോടുകൂടി അത് അവസാനിക്കുന്നത്. മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എന്ന് ആരംഭിക്കുന്ന കേരളത്തിൻ്റെ പ്രതിജ്ഞ രചിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു MT വാസുദേവൻ സാറ്. കേരള ജ്യോതി പുരസ്കാരം പത്മ പുരസ്കാരൻ്റെ മാതൃകയിൽ ആദ്യമായി ലഭിച്ചതും MT വാസുദേവൻ നായരാണ്. അപ്പോൾ അത്രയും പിടികിട്ടിയല്ലോ. അടുത്തത് പഠിക്കാൻ വേണ്ടി പോകുന്നത് ONV കുറുപ്പിനെ പറ്റിയിട്ടാണ്. ONV, ഇപ്പോൾ ONV എന്ന് പറയുമ്പോൾ O ഫോർ ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പാണ്. അദ്ദേഹത്തിൻ്റെ ജനനം 1931 മെയ് 27 ചവറ, കൊല്ലത്താണ്. അപ്പോൾ 1931 മെയ് 27. 1931 മെയ് 27. മരണം 2016 ഫെബ്രുവരി 13. അദ്ദേഹത്തിന് തൂലികാനാമം ONV എന്നാണ്. ONVയുടെ ഫുൾ ഫോം എന്തായിരുന്നു? ഒറ്റപ്ലാക്കൽ നീലകണ്ഠൻ വേലുക്കുറുപ്പ് എന്നാണ്. ആദ്യകാലത്തിൻ്റെ തൂലികാനാമം ബാലമുരളി എന്നായിരുന്നു. അദ്ദേഹം കുഞ്ഞിലെ അദ്ദേഹത്തിൻ്റെ ബാല്യകാല നാമം അപ്പു എന്നായിരുന്നു. ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 2ാമത്തെ മലയാളി കവിയാണ് ONV കുറുപ്പ്.
മൂന്നാമത്തെ മലയാള കവി ആരാണ്? അക്കിത്തമാണ്. അപ്പം മലയാളത്തിൻ്റെ മാറ്റുളി കവികൾ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? ONV യും P ഭാസ്കരൻ, വയലാർ രാമവർമ്മയാണ്. മലയാളത്തിൻ്റെ മാറ്റുലി കവികൾ എന്നറിയപ്പെടുന്ന ONV, P ഭാസ്കരൻ, വയലാർ രാമവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ ONV കുറുപ്പി സാറിൻ്റെ പ്രധാന കൃതികൾ എന്ന് പറഞ്ഞാൽ പൊരുതുന്ന സൗന്ദര്യം. അദ്ദേഹത്തിൻ്റെ ആദ്യ കവിതാ സമാഹാരമാണ് പൊരുതുന്ന സൗന്ദര്യം. അക്ഷരം അദ്ദേഹത്തിൻ്റെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ്. അഗ്നിശലഭങ്ങൾ കേരള സാഹിത്യ അക്കാദമി ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അക്ഷരത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും അഗ്നിശലഭങ്ങൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പ് വയലാർ അവാർഡ് ലഭിച്ച കൃതിയാണ്. പിന്നെ ഉജ്ജയിനി കാളിദാസൻ നായകനാക്കി രചിച്ച കൃതിയാണ് ഉജ്ജയിനി. കറുത്ത പക്ഷിയുടെ പാട്ട്, മയിൽപീലി, ഒരു തുള്ളി വെളിച്ചം, ദാഹിക്കുന്ന പാനപാത്രം, മൃഗയ, തോന്നിയാക്ഷരങ്ങൾ, അരിവാളും രാക്കുയിലും, പോക്കുവെയിൽ മണ്ണിലെഴുതിയത്, നീലക്കണ്ണുകൾ, ഭൈരവന്റെ തുടി, ഭൂമിക്കൊരു ചരമഗീതം, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളാണ്. വീണ്ടും വീണ്ടും വായിക്കുമ്പോഴത്തേക്ക് അത് ഊക്കിയാവുന്നുണ്ടാകും. ഇതിൽ പോക്കുവെയിൽ മണ്ണിൽ എഴുതിയതാണ് ONV കുറുപ്പ് സാറിൻ്റെ ആത്മകഥ അല്ലെങ്കിൽ ഓർമ്മ കുറിപ്പുകൾ എന്ന് പറയുന്നത്. ഇനിയും മരിക്കാത്ത ഭൂമി നിന്ന് ആസന്ന മൃതിയിൽ നിനക്കാരാമ ശാന്തി, ഇത് നിൻ്റെയും എൻ്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ നിന്നേ കുറിച്ച ഗീതം എന്ന് അദ്ദേഹം ഭൂമിക്ക് ചരമഗീതത്തിലെ വാക്കുകളാണ്. തിരുവനന്തപുരത്തെ പൊതു ശ്മശാനത്തിൻ്റെ ശാന്തി കവാടം എന്ന് പേര് നൽകിയിട്ടുണ്ടായിരുന്നു. അടുത്ത് പഠിക്കാനായിട്ട് പോകുന്നത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ 55ാമത്തെ വ്യക്തിയാണ്. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന 55ാമത്തെ വ്യക്തിയാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച 3ാമത്തെ മലയാള കവിയുമാണ്. അദ്ദേഹത്തിൻ്റെ തൂലികാ നാമം അക്കിത്തമാണ്. 1926 മാർച്ച് 18 പാലക്കാട് ജില്ലയിലെ കുമരനല്ലൂർ ജനനം. നേരത്തെ പാലക്കാട് ജനിച്ച ആരായിരുന്നു? കൂടല്ലൂരിൽ MT വാസുദേവൻ സാർ ജനിച്ചിട്ടുണ്ടായിരുന്നു. അക്കിത്തം അച്യുതൻ നമ്പൂതിരി സാർ ജനിച്ചിട്ടുണ്ടായിരുന്നു 1926 മാർച്ച് 18. 1926 മാർച്ച് 18 മരണം 2020 ഒക്ടോബർ 15. മലയാളത്തിൻ്റെ ഋഷി കാവ്യ എന്ന് അറിയപ്പെടുന്നുണ്ട്. മലയാളത്തിൻ്റെ ഹെമിംഗ്വേ, കേരളത്തിൻ്റെ ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? MT സാറായിരുന്നു. മലയാളത്തിൻ്റെ ഋഷി കാവ്യ എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കിത്തം അച്യുതൻ നമ്പൂതിരിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ വെണ്ണക്കല്ലിൻ്റെ കഥ, പണ്ടത്തെ മേൽശാന്തി, നിമിഷക്ഷേത്രം, അരങ്ങേറ്റം, മധുവിധു, അമൃതഗാഥിക, കളിക്കൊട്ടിലിൽ 20ാം നൂറ്റാണ്ടിൻ്റെ ഇതിഹാസം, ബലിദർശനം അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചതാണ്. മനസാക്ഷി, പൂക്കൾ, പഞ്ചവർണ്ണക്കിളി, ഒരു കുല മുന്തിരിങ്ങ, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, അക്കിത്തത്തിൻ്റെ കവിതകൾ, സമാവർത്തനം, ഉപനയനം, ഈ ഏട്ടത്തി നുണയെ പറയുന്ന അദ്ദേഹത്തെ നാടകം കൂടിയാണ്. ഇനി ഈ വെളിച്ചം ദുഃഖമാനുണ്ണി തമസല്ലോ സുഖപ്രദം, നമുക്ക് എല്ലാവർക്കും വളരെ പ്രസക്തമായിട്ടുള്ള വരികളാണ്. ഇത് അക്കിത്തത്തിൻ്റെ വരികളാണ്. 20ാം നൂറ്റാണ്ട് ഇതിഹാസം എന്ന കൃതിയിലുള്ളതാണ്. ഇനി പത്മ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആൾക്കാരാണ്. അതും G ശങ്കരക്കുറുപ്പും തകഴിയും MT യും ONV യും അക്കിത്തവും. ഇത് G ശങ്കരക്കുറുപ്പിന് പത്മഭൂഷണായിരുന്നു, തകഴിക്കും പത്മഭൂഷണാണ്, MT വാസുദേവൻ സാറിന് പത്മഭൂഷണാണ്. ഇതിന് ONV കുറുപ്പിന് പത്മവിഭൂഷണും പത്മശ്രീയും. ONV സാറിന് പത്മവിഭൂഷണും പത്മശ്രീയുമാണ്, അക്കിത്തത്തിന് പത്മശ്രീയാണ്. അപ്പോൾ ബാക്കി എല്ലാവർക്കും പത്മഭൂഷണായിരുന്നു. ONV സാറിന് പത്മവിഭൂഷണും പത്മശ്രീയായിരുന്നു, അക്കിത്തത്തിന് പത്മശ്രീ മാത്രമേ ലഭിച്ചുള്ളൂ. അപ്പോൾ ഇത് ഇത്രയുമാണ് നമുക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ള 6 പേരിൽ അവസാനത്തെ 3 പേരായിട്ടുള്ള MT, ONV, അക്കിത്തം. ഓക്കെ.